നമസ്കാരം. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരാണ്. അപ്പോൾ അതിനുണ്ടായൊരു സാഹചര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലേ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മളൊരു കോൺടെസ്റ്റ് നടത്തിയായിരുന്നു. അതായത് മണിച്ചിത്രത്താഴ് സിനിമ 4 റിലീസ് ആയല്ലോ. അപ്പോൾ അതിന് ഒരു ഭാഗ്യശാലിക്ക് നമ്മളൊരു ടിക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നറുക്കൊക്കെ ഇട്ട് എടുത്തത് നമ്മുടെ ഗൗതത്തിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരാളെയും കൂടെ എടുക്കാമെന്ന്. ഗൗതം ഓൾറെഡി ഒരു ടിക്കറ്റ് വിൻ ചെയ്ത ആളാണ്. ഇതവൻ്റെ രണ്ടാമത്തെ ടിക്കറ്റാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാളെയും കൂടെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എടുത്തപ്പോൾ കിട്ടിയ പേരെന്ന് പറഞ്ഞാൽ അർജുൻ്റെ ആയിരുന്നേ. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലേ, രണ്ടാൾക്കാരും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ 2 പേർക്കും കൂടെ ഒരു തിയേറ്റർ അങ്ങോട്ട് ബുക്ക് ചെയ്ത് കൊടുത്താലോ ഒന്നും. അപ്പോൾ ആദ്യമായിട്ടാണ് ഐമാക്സ് തിയേറ്ററിൽ ഒരു മലയാള സിനിമ റിലീസ് ചെയ്യുന്നത്. അത് നമ്മുടെ മണിച്ചിത്രത്താഴാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നേരെ ഐമാക്സ് തിയേറ്റർ 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം, നിങ്ങൾ പോയി കണ്ടങ്ങോട്ട് എൻജോയ് ചെയ്യാൻ. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാര്യം സംഭവിച്ചത്, ഈ നടുക്കത്തെ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ സീറ്റ് വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ 350യുടെ സീറ്റ്സ് ഒക്കെ വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു അത് ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, ബ്രോ അത് വേണ്ട, ഞങ്ങൾക്ക് സൈഡിൽ ഇരുന്ന് കാണാൻ ഒരു താല്പര്യമില്ല, ഞങ്ങൾക്ക് ഐമാക്സും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് സെൻറ്ററിൽ തന്നെ ഇരുന്ന് കാണണം, ഞങ്ങൾക്ക് നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലക്സ് തിയേറ്റർ തന്നെ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അവരുടെ ഇഷ്ടമാണല്ലോ, അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലക്സ് തിയേറ്ററിൽ ബുക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ ഇവരെ കൊണ്ടൊരു വ്ളോഗ് ചെയ്യിപ്പിച്ചാലോ. ഇവർ ഇതുവരെയായിട്ടും വ്ളോഗൊന്നും ചെയ്യാതെ, അതായത് വ്ളോഗ് കണ്ട് മാത്രം ശീലമുള്ള ആൾക്കാരാണ്, വ്ളോഗ് എടുത്ത് ശീലമുള്ള ആൾക്കാരല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അർജുൻ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ബ്രോ എനിക്ക് സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ കുറച്ച് എക്സ്ക്യൂസൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ബ്രോ ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൗതം കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയുടെയും അതുപോലെ തന്നെ ഏരീസ് ഫ്ലക്സ് തിയേറ്ററിൻ്റെയും മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കേട്ടിട്ടോ. ഹായ്, ഹലോ, എൻ്റെ പേര് ഗൗതം, സ്ഥലം ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്താണ്. ഇന്നൊരു മൂവി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. മൂവി വ്ളോഗ് പ്ലസ് തിയേറ്റർ വിസിറ്റ്. കാണാൻ പോകുന്ന ചിത്രം മണിച്ചിത്രത്താഴാണ്. അങ്ങനെ എനിക്കൊരു സെക്കൻഡ് ഫ്രണ്ടിനെ ഇവിടെ കിട്ടാൻ പോവുകയാണ്. പോസ്റ്റ് വഴി വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മളൊരു കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് വിന്നറാവാൻ സാധിച്ചു. ഫസ്റ്റ് വിന്നർ ഞാനായിരുന്നു. സെക്കൻഡ് വിന്നർ ഒരു അർജുനാണ്. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പോസ്റ്റ് വഴി ഞാൻ കാണാൻ പോകുന്ന രണ്ടാമത്തെ ഫ്രണ്ടാണ്. ഫസ്റ്റ് ഞാൻ PR മൊബൈൽ വെച്ച് ഹെഡ്ഫോണിൽ കൂടുതലും കണ്ടുകൊണ്ടപ്പോൾ അമ്മയുടെ കണ്ണ ഇടയായി. അപ്പോൾ ഒരു സ്വന്തം കിട്ടിയ പോസ്റ്റ് വഴി സെക്കൻഡ് ഫ്രണ്ടിനെ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നു. ഇതുവരെ നിഫിൻ ചേട്ടനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം നിഫിൻ ചേട്ടനെ കൂടെ കാണണമെന്നുണ്ട്. ഹായ്, എൻ്റെ പേര് അർജുൻ. ട്രിവാൻഡ്രത്തെ കരമനയിലാണ് താമസം. മണിച്ചിത്രത്താഴ് കാണുവാനായി ഏരീസ് ഫ്ലക്സ് ഓഡിയോണിൽ കാണാൻ പോകും. ഏരീസിലെത്തി ഒരുപാട് നേരത്തെ പോയി. മഴക്കോൾ പറഞ്ഞ സ്ഥലം നേരത്തെ ഇറങ്ങിയ ഏരീസിൻ്റെ അടുത്ത് തന്നെ ചെറുപ്പമുണ്ട്. വാർഷിക തിയേറ്റർ അടുത്താണ്. ഈ ഏരിയയിലായിട്ട് വരും പഴയ ശ്രീകുമാർ വിശാൽ കൃപ തൊട്ടപ്പുറത്താണ്. അടുത്താണ് KSRTC ഡിപ്പോ. അവിടെ ലെൻസിന് ബസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് കേരളീ ശ്രീനില. ഒരു തിയേറ്റർ ഏരിയയാണ് ഇവിടെ ഫുള്ള്. കഴക്കൂട്ടത്ത് കൃഷ്ണ തിയേറ്ററുണ്ട് എൻ്റെ വീണ്ടും. അവിടെ ഈ ഇടയ്ക്ക് അപ്ഡേഷൻ നടന്നു. സീറ്റ് ഫുള്ള് മാറ്റി. സോഫ സീറ്റ് അല്ലാത്ത സീറ്റ് 130 150 റേറ്റിലാക്കി. പ്രൊജക്ടർ പുതിയത് വെച്ച്, പക്ഷേ 4K അല്ല 2K ആണ്. RGB ലൈറ്റ് 2K സൗണ്ട് സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. അത് പണി നടക്കുന്നുള്ളൂ. DTS എക്സിലോട്ട് കൺവേർട്ട് ആക്കുന്നുള്ളൂ. മുമ്പ് DTSൻ്റെ ഒരു 1000 സ്റ്റാറിന് ഏതാണെന്ന് അറിഞ്ഞിട്ട് കറക്റ്റ്. ഇപ്പോൾ DTS എക്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് ഇന്ത്യൻ ഫീൽഡിന് മൂവി മാക്സ് അതേ കാരണം വല്ല കണക്ക് തന്നെ ഒരു ബാഡ്ജിങ് ഒക്കെ മാറ്റിയെന്നേ ഉള്ളൂ. കാരണം മാറ്റി മൂവി മാക്സ് എന്നൊക്കെ ആക്കിയുള്ളൂ. ഏതോ ഒരു സ്ക്രീന് ഫുള്ള് റിക്ലൈനർ സോഫ സീറ്റാണ്. അത് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. വേറെ അങ്ങനെ ഒരു 4K കൺവെർഷനോ അറ്റ്മോസ്ഫിയർ ഒന്നും ആക്കിയിട്ടില്ല. ബാക്കിയെല്ലാം പഴയ പോലെയാണ്.
ആശുപത്രിയിൽ വെച്ച് അവരൊന്നിക്കുകയാണ്. ഫ്രണ്ടിനെ കണ്ടുകിട്ടി. ഇതാണ് അർജുൻ. സ്ഥലം കരമനയാണ്. ഫസ്റ്റ് വഴി മീറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫ്രണ്ടാണ്. ഇനി നിഫിൻ ചേട്ടനെ കാരണം ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഷിയത്തിൽ ചെന്നിട്ട് കാണാം. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா ஹையா. ശബരിമല ശാസ്താവാണ്, ഹരിഹരസുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പോട്ടും, മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. സണ്ണി അമ്പട കേമാ സണ്ണി കുട്ട. അപ്പോൾ പടം കണ്ടു. പ്രത്യേകിച്ച് റിവ്യൂ പറയാൻ ഇത് നമ്മൾ ഇഷ്ടംപോലെ തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു എക്സ്പീരിയൻസ് വന്ന് തന്നെ കാണണം. അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. സൗണ്ട് എഫക്റ്റാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നമ്മൾ നെത്തമുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഒന്ന് രണ്ടിടത്ത് ഓരോ സെക്കൻഡ് നമ്മളൊരു പഴയ ഫ്രണ്ടിൻ്റെ ഒരു കാണാൻ പറ്റുമോ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഓരോ സെക്കൻഡ് വെച്ച്. ബാക്കി നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ചേട്ടൻ്റെ അഭിനയം തുടക്കം തൊട്ട് എപ്പോൾ വന്നാലും തിയേറ്റർ ഫുള്ള് ചിരിയാണ്. പിന്നെ ഓരോരുത്തരുടെ പെർഫോമൻസ് അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയാം. പുത്തൻ സാങ്കേതിക വിദ്യയോടെ കൂടിയിട്ടാണ് ഇത്തവണ കോൺസെപ്റ്റിനെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഇത് എല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ തന്നെ കഴിയുന്നുണ്ട്. പക്ഷേ സൗണ്ടിൽ മിക്സിങ്ങിലായി ക്ലാരിറ്റിയിലായി കഴിഞ്ഞാലും ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമ്മൾ ഇതിനു മുന്നേ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അത് നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററായ ഏരിയസ് പ്ലസ് OD1 നമ്മൾ കണ്ടത്. കണ്ടത് OD1 സ്ക്രീനിലായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായൊരു അനുഭവം, നല്ല എക്സ്പീരിയൻസ് കിട്ടി. തിയേറ്റർ ഫുള്ള് ഹൗസ്ഫുള്ളായിരുന്നു ഏകദേശം. അതുകൊണ്ട് കുറേ ഫാമിലി ഏജ്ഡായ പീപ്പിൾസൊക്കെ കാണാനുണ്ടായിരുന്നു. ഹൗസ്ഫുള്ളായിട്ട് നിന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേകിച്ച് നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത്. പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ നല്ല ക്രൗഡ് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അഡീഷണലായിട്ട് കുറച്ച് മ്യൂസിക് പുതിയതായിട്ട് നമ്മൾ ടി വിയിൽ കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഇപ്പോൾ ഒരുപാട് തവണ ടി വിയിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് എത്ര കണ്ടാലും ബോറടി വരാത്തൊരു സംഭവം. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. കണ്ടിട്ടില്ലാത്തവർക്ക് വലിയൊരു നഷ്ടമോ. ഇതിൽ 4K റീമസ്റ്റേർഡ് ചെയ്തപ്പോൾ സൗണ്ടിലും ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ചില BGMs നമ്മൾ ടി വിയിൽ കേട്ടിട്ടില്ലാത്ത കുറച്ചൊക്കെ അവർ ട്യൂൺ ചെയ്ത് ഇട്ടിട്ടുണ്ട്. തിയേറ്റർ ആസ് ഓൾവേസ് ബെസ്റ്റ് തിയേറ്റർ തന്നെ. പില്ലർ ബോക്സ് ഉണ്ടായിരുന്നു. ഫിലിം 35mm ആയിരുന്നു. അപ്പം പില്ലർ ബോക്സ് ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വിഷയമായിട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ആ സിനിമയിൽ മൊഴി എങ്ങനെയിരിക്കാൻ നേരത്ത് അത് നമുക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നത്തേ ഇല്ല. ദേവദൂതൻ കണക്ക് റിലീസ് കുറവല്ല. അതായത് അത്യാവശ്യം മിക്കയിടത്തും റിലീസുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ തുണക്കുഴി ഇറങ്ങി, വാഴയുണ്ട്, തങ്കലാനൊക്കെ ഇറങ്ങിയിട്ടും നമ്മൾ മണിച്ചിത്രത്തിന് നല്ല റെസ്പോൺസ്, നല്ല തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദേവദൂതന് ആദ്യം കുറച്ച് ഷോസ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെയാണ് ആഡ് ചെയ്തത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് മിക്ക ഷോസ് ഹൗസ്ഫുള്ളൊക്കെയാണ്. OD1 കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പ്രത്യേകിച്ച് സൗണ്ടാണ് എടുത്ത് പറയുള്ളൂ. ആ സൗണ്ട് എന്ന് പറയുമ്പോൾ ആ ആ ഡോറ് തുറക്കുന്ന സൗണ്ട്, താക്കോല് അങ്ങനത്തെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല വളരെ വീഴുന്ന ശബ്ദം, അതൊക്കെ കേൾക്കുന്നതിന് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പടത്തിൽ സൗണ്ട് ക്വാളിറ്റി വളരെ മികച്ചതാണ്. ഈ അറ്റ്മോസ് കണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, വളരെ നല്ലപോലെ അറിയാൻ പറ്റുന്നത്. പിന്നെ നല്ല ബേസ് ഉണ്ട്. ചില ഡോറ് തുറക്കുന്ന സീൻസ്, തെക്കിനകത്ത് കയറുന്നതൊക്കെ സീൻസൊക്കെ നല്ല ബേസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക്
ഒരു ഫീലുണ്ട്, നമ്മൾ ആ സിനിമയിലാവുന്ന ഒരു ഫീല്, അതൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭാഗ്യം കിട്ടി സിനിമ കാണാൻ. കേരളത്തിലില്ലാതിരുന്നിട്ട് പോലും നിപിൻ ചേട്ടൻ നമുക്ക് വേണ്ടി ടിക്കറ്റ് സ്പോൺസർ ചെയ്തു. ലക്കി കോൺടെസ്റ്റ് വഴി നമ്മളെ വിന്നറായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നിപിൻ ചേട്ടനും സ്മേജ ചേച്ചിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വളരെ നന്ദി നിപിൻ ബ്രോ ആൻഡ് സ്മിത ചേച്ചി, ഇതിങ്ങനെ ഒരു അവസരം തന്നതിന് നമുക്ക് വളരെ അതിയായ സന്തോഷം. അപ്പോൾ എല്ലാവരും മണിച്ചത്താഴ് തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. കാരണം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എത്ര തവണ TV കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് തിയേറ്റർ കാണുന്ന ഒരു സുഖം വേറെ ഒരിടത്തും കിട്ടത്തില്ല. അതുകൊണ്ട് കാണാത്തവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഹോപ്പ് സീ യു. ബൈ ബൈ.